അവർക്ക് ആധാരം കിട്ടണില്ല, ആധാരം കിട്ടിയില്ല ഇതുവരെ. ദന്ത ഉള്ളപ്പോഴേ ഉള്ള കാര്യം ഞാൻ ഇവിടെ നടക്കും. എണ്ണക്കാർക്ക് അത് കൊടുക്കാൻ പാടില്ല. പൊതുജനം മന്ദരല്ല സാറേ. സാമ്പത്തിക അടിസ്ഥാനത്തിൽ തരംതിരിച്ചു കൊടുക്കുന്ന റേഷൻ കാർഡുകൾ അവരുടെ സാമ്പത്തിക അടിസ്ഥാനത്തിലാണോ ലഭിച്ചിരിക്കുന്നത് എന്ന് ജനങ്ങളോട് നമുക്ക് ചോദിച്ചിട്ട് വരാം. റേഷൻ കാർഡ് എല്ലാവർക്കും അവരുടെ സാമ്പത്തിക അടിസ്ഥാനത്തിൽ നൽകിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും പലരും പരാതിപ്പെടുന്നുണ്ട്, പാവപ്പെട്ടവർക്ക് വെള്ള കാർഡും എന്നാൽ പൈസ ഉള്ളവർക്ക് മഞ്ഞ കാർഡും പിങ്ക് കാർഡും എന്നൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. റേഷൻ കടയിൽ പോകുമ്പോൾ നല്ല പണം ഉള്ളവർക്കാണ് മഞ്ഞ കാർഡ്, പണം ഇല്ലാത്തവർക്ക് നീല കാർഡ്, വെള്ള കാർഡ്, പിങ്ക് കാർഡ്. എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ? അതാണ് ചോദിക്കുന്നത്. അത് തന്നെ ഞാനും ചോദിക്കുന്നത്. എന്റെ വീട്ടിലൊരു കണ്ണുകണ്ടിടത്ത് അനിയത്തിയുണ്ട്, 54 വയസ്സ് കഴിഞ്ഞ്. അവളെ വിരൽ അടയാളം ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് അവൾക്കിപ്പോൾ പെൻഷനും ഇല്ല. ഓണം മുതൽ അവൾക്ക് പെൻഷൻ ഇല്ല. അതൊക്കെ ഗവൺമെന്റ് തെറ്റല്ലേ കാണിക്കണത്? മൊത്തവും കണ്ണിന്റെ പവർ പോയി, മൊത്തത്തിന് പോയി 2 കണ്ണ്. അവളെ അപ്പനും അമ്മ ആരുമില്ല, ഞാനാണ് നോക്കുന്നത്. എനിക്ക് ഈ മീശത്ത് മാങ്ങ നെല്ലിക്കാൻ കച്ചവടം, അങ്ങനെ ജീവിച്ചു പോണ്. ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങൾ വാടാക്കി കിടക്കുന്നു. ഒരു മിച്ച ഭൂമിക്ക് എഴുതി കൊടുത്ത് അത് എന്നെയും കിട്ടിയിട്ടില്ല. ഇതൊക്കെ ഉള്ളവർക്ക് കൊടുക്കും. ഒരു വീട്ടിൽ മിച്ച ഭൂമി കൊടുത്തിട്ടുള്ള അമ്മയ്ക്ക് കൊടുത്ത് 2 പെൺമക്കൾ കൊടുത്തു. നമ്മളെ കോളനിയിലും ബാട്ടങ്ങി കോളനി ചെയ്യണതാണ്. ഉള്ളവരെ വീട് ഷീറ്റിടുക, മെയിൻ്റനൻസിന് എല്ലാത്തിനും. ഞാൻ ചെല്ലുമ്പോൾ അതിൻ്റെ റെക്കോർഡ് കൊണ്ടു കൊടുക്കുക. എൻ്റെ തന്ത ഉള്ളപ്പോഴേ ഉള്ള കാര്യം ഞാൻ ഇവിടെ നടക്കും. എൻ്റെ 6 മക്കൾ, ഞങ്ങൾ 6 മക്കളെ വസ്തുവിൽ എനിക്ക് മാത്രം തരുവാരെങ്കിലും. അപ്പോൾ ഈ മഞ്ഞക്കാർഡ് ഇല്ലായ്മ നോക്കി കൊടുത്താൽ നല്ലത്. 81-ൽ 83-ൽ പഞ്ചസാര കിട്ടിയാണ്. അത് പിന്നെ ഓണത്തിന് തന്നെ 1 കിലോ പഞ്ചസാര ഇല്ല. അപ്പോൾ ആവശ്യ സാധനങ്ങളും റേഷൻ കടയിൽ ഇല്ല. ഇല്ല റേഷൻ കടയിൽ അവർക്ക് റേഷൻ കൊണ്ടിറക്കാം. അവർ ഇപ്പോഴും ഹിന്ദിക്കാർക്ക് അത്ര 25 രൂപ വെച്ച് കൊടുക്കുകയില്ലേ? 50 കിലോ 40 കിലോ 30 കിലോ ഹിന്ദിക്കാർക്കാണ് കൊടുക്കുന്നത്. ഇവിടെ ജോലിക്ക് വരുന്നവർക്ക് അത്ര റേഷൻ പോണത് അങ്ങനെയാണ് എല്ലാ റേഷൻ. ഈ സംസ്ഥാനത്തിലുള്ള നമുക്കാണ് ഇപ്പോൾ സാധനങ്ങളുടെ ലഭ്യത കുറവ് വരുന്നത്. മണ്ണെണ്ണയാണെങ്കിൽ 6 ലിറ്റർ ഉണ്ട്, അത് ഈ മാസം തന്നെ അടുത്ത മാസം ഇല്ല. അപ്പൊ ഇവരുടെ പരാതികളും അവർക്കെതിരെ ഒരു നടപടി എടുക്കാനും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ആരും തിരിഞ്ഞു നോക്കൂല. ഇടയ്ക്ക് സാമ്പത്തിക അടിസ്ഥാനത്തിലാണ് ഈ റേഷൻ കാർഡ് കൊണ്ടുവരുന്നത് പറഞ്ഞിട്ടും ഇപ്പോഴും സാമ്പത്തികമുള്ള ഈ കോർപ്പറേഷനിൽ പാവപ്പെട്ടവർക്ക് ഓരോ വീട് ഇറങ്ങിക്കയറി ഓരോ മാസം ഇത്ര കിലോ സാധനമുണ്ട്. അത് പാവപ്പെട്ടവർക്ക് ആർക്കും കൊടുത്തിട്ടില്ല, എല്ലാം ഉള്ളവരുടെ വീട്ടിലാണ് കൊടുക്കണം കോർപ്പറേഷനിൽ. അത് ഉള്ള കാര്യമാണ്, നമുക്കറിയാന്നുള്ളതാണ്. 2 കണ്ണും കാഴ്ച ഇല്ലാത്തവൾക്ക് ഒരു മാസം അവർ എന്തെങ്കിലും കൊടുക്കാത്തത് കൊടുക്കൂല. അത് ഉള്ളവർക്കേ കൊടുക്കുള്ളൂ. അവർക്ക് അങ്ങനെയുള്ള സഹായം സർക്കാരിൽ നിന്ന് ഉണ്ടല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് അവർക്ക് ലഭിക്കുന്നില്ല? അതാണ്, അതിന് ഉദ്യോഗസ്ഥരെയൊന്നും കണ്ടില്ലേ? എവിടെ ചെന്ന് കണ്ടിട്ട് അവർ പറയണ അത് കിട്ടൂലെന്ന്. ഞാൻ വേണം അവളെ മരുന്ന് ഒരു മാസത്തിൽ എങ്ങനെ പോയെങ്കിലും അവൾക്ക് ഷുഗറിൻ്റെ ഗുളിക, BP-ക്കുള്ളത്, കണ്ണിലൊഴിക്കണ മരുന്ന്, ഇതെല്ലാം അവൾക്ക് 10,000 1500 രൂപ സാധനം ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. അവളെ ഉടു, തുണി, എണ്ണ, സോപ്പ് എല്ലാം. അപ്പൊ അത് കാണിക്കണ തെറ്റല്ലേ ഗവൺമെന്റ്? പിന്നെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന കണ്ണ് കാഴ്ച ഇല്ലാത്തോളൂ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ കൊണ്ടുവന്ന് പഞ്ച് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് ഓണത്തിന് മുമ്പേ അവൾക്ക് പെൻഷൻ കൊടുക്കില്ല. ഇത് പെൻഷൻ എന്താ മോളെ, ഇത് പെൻഷൻ വിതരണം ചെയ്യുന്ന ആൾക്കാരുടെ അവരാണോ ലഭ്യമാക്കാത്തത്? അതൊന്നും അറിഞ്ഞൂടാ. ഗവൺമെന്റിൽ നിന്നല്ലേ, കോർപ്പറേഷനിൽ നിന്നല്ലേ. അപ്പൊ അത് ചെയ്യണം. അത് ചെയ്തേ പറ്റുള്ളൂ. ഇവര് മഞ്ഞ കാർഡ് എനിക്ക് തന്നുകൂടാത്ത കാര്യം എന്താ? എനിക്ക് കണ്ണുകൂടാത്ത അനിയത്തിയാണ്. 2 കണ്ണും കാഴ്ചയില്ല. അവര് വരുമാനം നോക്കി കൊടുക്കണം. വീടൊന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കണം. 6 മക്കളെ പേര് ആരും അത് മെയിൻ്റെനൻസ് ചെയ്യാനോ ഒന്നിനും ഇറങ്ങുന്നില്ല. ഞാൻ വാടകയ്ക്കാണ് എൻ്റെ മോനും ഞാനും ഒക്കെ കിടക്കുന്നത്. അപ്പോൾ അത് അവർ ചെയ്യണം. അത് പാവപ്പെട്ടവർക്ക് സഹായിക്കണം. ഇനിയിപ്പം മോദി സർക്കാർ പറയണം 50,000 പേർക്ക് വീട് വെച്ച് കൊടുക്കണമെന്ന്. ഇവർ കൊടുക്കുമോ? ഇവരിവിടെ കൊടുക്കും, ഉള്ളവർക്ക് കൊടുക്കും. കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയിട്ട് അവരുടേതായിട്ടുള്ള സംസ്ഥാന സർക്കാർ അവരുടേതായിട്ടുള്ള ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇവിടെ നടത്തുന്നത്. അത് തന്നെ. അപ്പൊ അവിടെ നീതി ലഭിക്കാതെ പോകുന്നത് സാധാരണക്കാർ മാത്രമാണ്. എന്ത് പ്രതിഷേധം നടന്നാലും ഈ കേരള സർക്കാർ അതിനെതിരെ കണ്ണു തുറക്കുന്നില്ല.
ഇടിവെട്ടി മഴ ചെയ്ത് നമ്മൾ വീട് കാറ്റും മഴയും കൊണ്ടുപോയി എല്ലാം ചെയ്തിട്ട് തന്നെ ഒരു കണ്ണ് കണ്ടുകൂടാത്ത ഞാൻ ഒരു വിധവയായ 2 പെമ്മക്കളെയും മോളെ ഞാൻ അന്വേഷിക്കുകയാണ്. അവളെ ഭർത്താവ് മരിച്ചു, അത് എൻ്റെ കൂടെയാണ്. ഇതൊക്കെ എന്ത് ചെയ്താലും അവൾ 10ാം ക്ലാസ് തോറ്റ്, അവൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ജോലി കൊടുത്തിട്ട് 2 പെമ്മക്കളാണ്. അതൊക്കെ ചെയ്യാം. അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും അത്തരത്തിൽ ജോലി കൊടുക്കുന്നത്, സാധാരണക്കാർക്ക് കൊടുക്കാതെ. അത് തന്നെ ചെയ്യുന്ന പാർട്ടിക്കാരും അത് തന്നെ ചെയ്യണം. ഇത് തന്നെ പറയാം. ഈ മഞ്ഞ കാർഡ് ഇന്നലെ രാത്രി ഞാൻ കേട്ടു മൊബൈലിൽ റേഷൻ കാർഡ് റേഷൻ വാങ്ങിക്കുന്നതൊക്കെ അതിൻ്റെ നോക്കി കണ്ടൊക്കെ വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞു. ആർക്ക് നോക്കി കൊടുക്കണവർ? റേഷൻ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് 2 കിലോ, ഹിന്ദിക്കാർക്ക് 25 കിലോ. റേഷൻ കടയിൽ കിട്ടുന്ന സാധനങ്ങൾ ഹിന്ദിക്കാർക്ക് 25 രൂപ വെച്ച് കൊടുക്കും. ഇത് നമ്മളെ കണ്ണ് കൊണ്ട് കാണുന്നതാണ്. ആവശ്യാനുസരണം ആവശ്യക്കാർക്ക് സാധനം ലഭിക്കാതെ പോകും അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും. ഇപ്പോൾ റേഷൻ ചാക്കരി പച്ചരിയൊക്കെ ഉണ്ടെന്ന് പറയണം. തമിഴ്നാട്ടിൽ 90 കിലോ അരിയും 5 കിലോ പഞ്ചസാര എല്ലാം കൊടുക്കണം, കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കണം. ഇവിടെ 2 കിലോ അരി ഒരാൾക്ക് ഒരു മാസത്തേക്ക് 4 കിലോ അരി കൊടുക്കും. ഇതൊക്കെ എവിടെ പോകുന്നു എന്നത് ചോദ്യം ചെയ്യേണ്ട കാര്യം. ആരുമില്ല. ചോദ്യം ചെയ്യാൻ റേഷൻ കടക്കാർക്ക് സപ്പോർട്ടാണ് ഗവൺമെന്റ്, വന്ന് നിൽക്കുന്ന ജനങ്ങളും സപ്പോർട്ട്. ഗവൺമെന്റ് എങ്ങനെ അവർക്ക് ലാഭം ഉണ്ടാക്കാമെന്നുള്ള രീതിയിലാണ് കാര്യം. ഒരിക്കലും നമ്മളെ കണ്ണുകൊണ്ട് കണ്ട് 25 കിലോ അരി 25 രൂപ വെച്ച് കൊടുക്കണ കണ്ണുകൊണ്ട് കണ്ടു. ഇപ്പൊ ഗോതമ്പ് മാവ് നമുക്ക് 8 രൂപയാണെങ്കിൽ അവർ 20 രൂപ വാങ്ങിക്കും. അധികം പൈസ കൊടുക്കുമ്പോഴത്തേക്ക് ആ സാധനങ്ങൾ സാധാരണക്കാർക്ക് കൊടുക്കാതെ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രതിഭാസം റേഷൻ കടയിൽ. പിന്നെ മണ്ണെണ്ണ ഇതെല്ലാം അവർക്ക് തന്നെ കൊടുക്കണത്, നമുക്കൊന്നും കിട്ടൂല. ഈ മാസം എനിക്ക് 3 മാസം 6 ലിറ്റർ മണ്ണെണ്ണ തന്നിട്ട് കിട്ടൂല. ഇല്ല എന്ന് പറയുമ്പോൾ ഇത് മറിച്ച് മറ്റു ആൾക്കാർക്ക് കൊടുക്കും. 83 എനിക്ക് റേഷൻ പഞ്ചസാര കിട്ടിയ പിന്നെ ഇല്ല, ഓണത്തിന് തന്നെ ഇല്ല. കിറ്റ് അവർ എന്തെന്ന് കിറ്റ് കൊടുക്കണത് 100 ഗ്രാമല്ലേ എല്ലാ സാധനവും. അതുകൊണ്ടൊരു സാധാരണക്കാരൻ എന്ത് ചെയ്യാനാണല്ലേ, അതാണ് അവിടുത്തെ നമ്മുടെ ചോദ്യം. ആദ്യമൊക്കെ കൊറോണ സമയത്ത് എല്ലാം 6 കിലോ, പിന്നെ 1/2 കിലോയി, പിന്നെ 1/4 കിലോ, ഇപ്പൊ 100 കിലോ. നമ്മളിവിടെ ഇരുന്ന് നമ്മൾ കൂലിയിലൊക്കെ അറിയണമെങ്കിൽ നല്ല ആഹാരം വാങ്ങിച്ചു ഇറക്കി തിന്നുന്നു. നമുക്ക് സമ്പാദ്യമില്ല, എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഒന്നുമില്ല. എനിക്ക് ഇത്ര എണ്ണത്തിന് പോറ്റുണ്ട്, ഞാൻ പിന്നെ ബാങ്കിൽ അക്കൗണ്ട് ചെയ്യണം എങ്ങനെ? അത് കരുതി. അപ്പോൾ ഈ ഗവൺമെൻറ് ഇല്ലായ്മ നോക്കി കൊടുക്കണം. കോർപ്പറേഷനിൽ ഓരോ മാസം സാധനമുണ്ട്, അത് ഇല്ലാത്തവർക്ക് കൊടുക്കട്ടെ. ഉള്ളവന് കൊടുക്കാതെ ഇല്ലാത്തവർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ വേണം നടപ്പാക്കാൻ വേണ്ടി. അത് തന്നെ. ഇപ്പം ഇരിക്കണ കൗൺസിലർ മാരി പുഷ്പ, അത് അവളെ ഇഷ്ടത്തിനേ കൊടുക്കുള്ളൂ, നമുക്ക് തരില്ല. ഒരു കണ്ണുകൊണ്ടിടത്തവർക്കല്ലേ കൊടുക്കാൻ, 2 കണ്ണും കാഴ്ചയല്ല, വേറെ പെൻഷൻ ഇല്ല. അപ്പം അതൊക്കെ ചെയ്യണം ഗവൺമെൻറ്. ഇന്ന് ഇവിടെ തൂത്തുകാരി എന്തൊരു അവരാളുകൾ തന്നെ ചെയ്തത്, അല്ല നമ്മളാരും ഇല്ല. ലോക്സഭാ ഇലക്ഷന്റെ ഒരു മറുപടിയാണ്, ജനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതിന്റെ ഒരു മറുപടി ആയിട്ടാണ് ഈ ഒരു ഇലക്ഷൻ. അത് തന്നെ അയാൾ കേന്ദ്രത്തിൽ നിന്ന് അയച്ചു കൊടുത്താൽ കൊടുക്കണ്ടേ? ഇവിടെ കൊടുക്കൂല. എനിക്ക് പിങ്കിൻ്റെ കളറാണ് റേഷൻ കാർഡ്. എനിക്കും എൻ്റെ മോനും കൂടെ 8 കിലോ അരി ഒരു മാസം കിട്ടുന്നത്. പിന്നെ 3 മാസം 4 മാസം കൂടുമ്പോൾ 1/2 ലിറ്റർ മണ്ണെണ്ണ കിട്ടും. പിന്നെ 2 പാക്കറ്റ് ആട്ടമാവ്, അതുകൊണ്ട് വേറെ ഒന്നുമില്ല. എല്ലാ മാസവും ഇത് കൃത്യമായിട്ട് ലഭിക്കാറുണ്ടോ? ലഭിക്കാറുണ്ട്. മണ്ണെണ്ണ മാത്രം കിട്ടൂല, 4 മാസം കൂടുമ്പോൾ 1/2 ലിറ്റർ കിട്ടുള്ളൂ. ശരിക്കും ഈ സാമ്പത്തിക അടിസ്ഥാനമുള്ള അവകാശമില്ലാത്തവരുടെ കയ്യിൽ ഈ ഒരു പിങ്ക് കാർഡും മഞ്ഞ കാർഡും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം ശരിയാണ്? റേഷൻ കടയിൽ പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇല്ല. എനിക്കാണെങ്കിൽ ഇതാണ് പിന്നെ 3 സെൻറ്റ് സ്ഥലമുണ്ട്. കഴിഞ്ഞ സർക്കാർ ഇരുന്നപ്പോൾ അന്ന് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി 75,000 രൂപയുണ്ടായിരുന്നുള്ളൂ. ആ 75,000 രൂപയ്ക്ക് ഒരു കുഴിക്കകത്ത് കൊണ്ടുവന്ന് 3 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. പിന്നീടിരുന്ന സർക്കാർ 1.5 ലക്ഷം രൂപ വീട് വയ്ക്കാൻ വേണ്ടി തന്നു. അവിടെ വല്ല വിധന ഞാൻ ആ വീട് വാർത്ത്, ബാക്കിയുള്ളതൊന്നും ചെയ്യാതെ ആ വീട് അവിടെ കിടക്കുന്നു. വഴി EMS അക്കാഡമി, വിളപ്പിൽ വില്ലേജിൽ EMS അക്കാഡമിയുടെ ബാക്കിൽ കൂടെ കിടക്കുന്ന റോഡ് താഴോട്ട് വെട്ടിയിട്ടുണ്ട്. അവിടെ ചെറിയ തോടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പണി ചെയ്ത് ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ട് നടന്നു പോകാനുള്ള വഴി ശരിയാക്കി തരണമെന്നും പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിൽ കയറി ഇറങ്ങി കരം തീർത്ത രസീറ്റ് 5 കുടുംബക്കാരുടെ കരം തീർത്ത രസീറ്റും എല്ലാം കൊണ്ടൊന്ന് കൊടുത്തു. എന്നിട്ട് അതിനൊന്നിനും ഒരു തീരുമാനം അവർ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അത് വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നടന്നു പോകാൻ നിവൃത്തിയില്ല. എനിക്ക് 2 കാലും തേയ്മാനവും കാർട്ടിൻ്റെ ഓപ്പറേഷനും ഒക്കെ കഴിഞ്ഞ് മെഷീനൊക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്.
എനിക്കിവിടെ മ്യൂസിയത്തിൻ്റെ അവിടെ ഒരു തട്ടുകടയുണ്ട്. ഇപ്പോൾ അത് വെയിറ്റ് ആയിട്ടുള്ളതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ലോട്ടറി 2 ബുക്ക് എടുത്ത് ഞാൻ ഈ വിൽക്കുന്നത്. അപ്പം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പഞ്ചായത്ത് അധികൃതരൊന്ന് കനിഞ്ഞിരുന്നെങ്കിൽ റോഡ് ഇത്തിരി താഴോട്ട് വെട്ടി തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആ വീട്ടിൽ പോയി വാടക കൊടുക്കാതെ താമസിക്കായിരുന്നു. ഇപ്പോൾ വാടക കൊടുത്താണ് താമസിക്കുന്നത്. സ്വന്തമായിട്ട് വീടുണ്ടായിട്ട് വാടക കൊടുത്ത് താമസിക്കേണ്ട ഗതികേടാണ്. കാരണം അതിനകത്ത് എനിക്ക് പോയി ഇറങ്ങി നടന്നു പോകാൻ പറ്റത്തില്ല. പഞ്ചായത്തിനെ അറിയിച്ച് പല പ്രാവശ്യം പഞ്ചായത്തിനെ അറിയിച്ച്, MLA സതീഷ് സാറിനെ അറിയിച്ച്, MLA അവിടെ ഒരു ഉദ്ഘാടനത്തിന് ആ റോഡ് കാരോട് റോഡ് ഉള്ള അവിടെ ഒരു ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് ഈ വിഷയം ഞാൻ സാറിനോട് പറഞ്ഞപ്പോഴത്തേനും സാർ ഉടനെ തന്നെ അവിടെ പ്രസിഡന്റ് എല്ലാം ഉണ്ടായിരുന്നു പഞ്ചായത്തിൽ. അവരന്വേഷിച്ചു പറഞ്ഞു ആ റോഡ് പഞ്ചായത്തിൽ കൊള്ളിച്ചിട്ടില്ല, അതുകൊണ്ട് കൊള്ളിക്കാൻ പറഞ്ഞു. അതിനനുസരിച്ചാണ് 5 കരം തീർത്ത രസീറ്റ് അന്നത്തെ ഇപ്പോഴത്തെ വാർഡ് മെമ്പറിൻ്റെ കൊടുത്തത്. അയാൾ അവിടെ പഞ്ചായത്തിൽ കൊള്ളിച്ചെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ പഞ്ചായത്തിൽ കൊള്ളിച്ചിട്ടില്ലെന്നാണ്. അവിടെ റോഡ് നമുക്ക് ഇതുവരെയും തന്നിട്ടില്ല. വീട് ഞാൻ വാർത്തിട്ടിരിക്കണം, 2 കതകു ഇട്ട് പഞ്ചായത്തിൽ നിന്ന് ഒരു കക്കൂസിന് അതും വെച്ച്. പക്ഷേ എനിക്ക് നടന്നിറങ്ങി പോയി ഒരു ആട്ടോ പോലും പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ ചെന്ന് താമസിക്കാൻ നിർവാഹമില്ല. അങ്ങനെ എനിക്ക് കയറി കിടക്കാടില്ല. ഞാൻ വാടകയ്ക്കാണ് ഇപ്പോൾ ഞാനും എൻ്റെ മോനും താമസിക്കുന്നത്. ഈ ഒരു സ്ഥാനത്ത് ഒരു പൈസ ഉള്ള ഒരാളായിരുന്നെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് കൃത്യമായിട്ട് ചെയ്തേനെ. കാരണം ഒരാളിൻ്റെ വിളയിൽ കൂടി ഇപ്പം റോഡ് വെട്ടി ആ തോടിൻ്റെ അവിടെ വരെ വന്നിട്ടുണ്ട്. തോടിൻ്റെ അവിടെ വന്നിട്ട് അവിടെ ഇങ്ങനെ ഉയർന്നതാക്കിയാണ് വെച്ചേക്കുന്നത്. അപ്പം അവിടെ അത് കറക്റ്റായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ടുള്ള വഴിയും കൂടെ ആകുമായിരുന്നു. പക്ഷെ ആ അടുത്തുള്ള വസ്തുക്കാരെല്ലാം ഈ വഴി വെട്ടാനുള്ള സ്ഥലം തന്നിട്ടുണ്ട്. 8 അടി വീതിയിൽ വഴി വെട്ടാൻ വേണ്ടി സ്ഥലം തന്നിട്ടുണ്ട്. പക്ഷേ ഇവരത് വെട്ടുന്നില്ല. കാരണം ഇപ്പോഴിരിക്കുന്ന വാർഡ് മെമ്പർ എന്ന് പറയുന്ന അയാൾ ഒന്നും ചെയ്യുന്നില്ല, ഒരു കാര്യം ചെയ്യുന്നില്ല. അങ്ങനെയിടയിലാണ് ഈ 5 കരം തീർത്ത രസീറ്റും കൊണ്ടുവന്ന് ഇവിടെ പേയാട് പഞ്ചായത്തിൽ കൊണ്ടുവന്ന് വിളപ്പിൽ പഞ്ചായത്തിൽ കൊടുത്തത്. എനിക്ക് അറിഞ്ഞുകൂടെ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്. ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞു എനിക്ക് നടക്കാൻ മേല, നടന്ന് എനിക്ക് ആ വീട്ടിൽ പോയി താമസിക്കാൻ നിർവാഹമില്ല. ആ റോഡിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അവരാരും അത് ചെയ്യുന്നില്ല. ആ മെമ്പറിൻ്റെ വർത്താനം എന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ അവിടെ താമസമില്ല മേഡം എന്നാണ് പ്രസിഡന്റിൻ്റെ അടുത്ത് ആ മെമ്പർ പറയുന്നത്. താമസിക്കാൻ ഞാൻ എനിക്ക് നടന്ന് അങ്ങോട്ട് ഇറങ്ങി പോകണ്ടേ. ഒരു ഓട്ടോ വന്നെങ്കിൽ എനിക്ക് ഒരു ഓട്ടോ പിടിച്ച് അങ്ങോട്ട് പോകാമായിരുന്നല്ലോ. അപ്പം നിങ്ങൾ വഴി വെട്ടാൻ നാട്ടുകാർ സ്ഥലം തന്നിട്ട് നിങ്ങളത് വെട്ടുന്നില്ലല്ലോ. വെട്ടിയെങ്കിൽ ഞങ്ങൾക്ക് ഇത്തിരി അവിടെ പോയി താമസിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഇവരുടെ ഒരു അനുവാദം കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വാടക കൊടുക്കാതെ അവിടെ വഴിയും വെട്ടി താമസിക്കാമായിരുന്നു. അതല്ലെങ്കിൽ എനിക്ക് സർക്കാർ ഇപ്പം 2 ലക്ഷം രൂപ സ്ഥലം വാങ്ങിക്കാൻ കൊടുക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു ഇട റോഡിലെങ്കിലും 2 സെന്റ് വാങ്ങിക്കാനുള്ള പൈസ ഉണ്ട്. 2 ലക്ഷം അന്ന് 75,000 രൂപയ്ക്ക് ആരെങ്കിലും തരുമോ റോഡ് സൈഡിക്ക്? അങ്ങനെ അന്ന് എനിക്ക് കാലിനൊന്നും കുഴപ്പമില്ലായിരുന്നു, രോഗിയല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ മേടിച്ചു. പക്ഷേ ഇന്ന് എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല, എനിക്ക് നടന്നിറങ്ങാൻ പറ്റുന്നില്ല. കാർട്ട് പേഷ്യൻറ്റുമാണ്, എന്നെ കൊണ്ട് നിവൃത്തിയില്ല. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കാണാൻ ഇവർ കണ്ണു തുറക്കുന്നില്ല. അവർ ആ റോഡ് വെട്ടി തന്നെങ്കിൽ ഞങ്ങളൊക്കെ അവിടെ പോയി താമസിച്ചാണ് മോളെ. അതൊന്നും ചെയ്യുന്നില്ല. പെൻഷൻ 6 മാസത്തെ പെൻഷൻ കിട്ടണമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 1 മാസത്തെ പെൻഷനാണ് തന്നത്. ഇനി മുടക്കമാണ് പെൻഷൻ, അതുപോലും കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഇതെങ്കിലും നമുക്ക് കൃത്യമായിട്ട് തന്നിരുന്നു. ഇപ്പം എനിക്ക് തന്നെ ഗുളികയ്ക്ക് എത്ര രൂപ വേണമെന്നറിയാമോ? ഈ ഗുളിക 2 മാസത്തിന് ഡോക്ടറെ എടുത്ത് വന്നപ്പോൾ 1 മാസത്തേനാണ് മേടിച്ചത്. അപ്പോൾ ഗുളികയ്ക്കൊക്കെ നല്ല വിലയുള്ളതാണ്. ഡോക്ടറെ കാണുന്നതിനൊക്കെ അതിനൊക്കെ ചിലവുള്ളതാണ്. അപ്പം നമുക്കതിനൊന്നിനും ഇല്ല. ഈ പെൻഷൻ നമുക്ക് കിട്ടുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ്. പെൻഷൻ അവർ കൊടുത്തു. കാരണം ഈ വാടക കൊടുക്കാതെ കിടക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ വാടക പൈസ എടുത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷേ ഈ വാടക കൊടുക്കുന്നിടത്തോളം കാലം നമുക്കതിന് നിർവാഹമില്ല. വാടക കൊടുക്കാതെ കിടക്കാനുള്ള നടന്നു പോകാനുള്ള സ്ഥിതിയില്ല. പഞ്ചായത്തിനകത്ത് ഇനി ഞാൻ കയറി ഇറങ്ങി പരാതി പറയാൻ ആരും ബാക്കിയില്ല. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി. പഞ്ചായത്ത് അധികൃതർ കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറും. സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല ഇപ്പോഴും ആൾക്കാർക്ക് കൊടുക്കുന്നതെന്നുള്ളൊരു പരാതികളുണ്ട്. ചുവപ്പ് കാർഡായിരുന്നു, കുറച്ച് ദിവസം വാങ്ങിക്കാതിരുന്നു. ഞാൻ ഇല്ലായിരുന്നു വീട്ടിൽ, വാങ്ങിക്കാതിരുന്നപ്പോഴത്തേക്ക് റേഷൻ കടക്കാർ പറഞ്ഞു കൊടുത്തു ഞാൻ വരണില്ല, വാങ്ങിക്കണില്ല എന്ന് പറഞ്ഞ് അതിന് വെള്ള കാർഡാക്കി. വെള്ള കാർഡിൽ ഒന്നും കിട്ടണില്ല. എന്തടിസ്ഥാനത്തിലാണ് അമ്മയ്ക്ക് സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാണോ വെള്ള കാർഡ് നൽകിയത്? എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, റേഷൻ കടക്കാർക്കേ അറിയാത്തുള്ളൂ. ഞാൻ ഒരു ദിവസം റേഷൻ വാങ്ങിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് വെള്ള കാർഡാക്കി. നമ്മൾ അതെങ്ങനെ വെള്ള കാർഡാക്കും? ഞാൻ കാർഡ് ഉള്ള നാൾ വരെ എനിക്ക് ചുവപ്പ് കാർഡാണ് കിട്ടിക്കൊണ്ടിരുന്നത്.
അതിൽ മണ്ണെണ്ണയും പഞ്ചാരയും ഉണ്ട്. ഇപ്പോൾ മണ്ണെണ്ണയും ഇല്ല, പഞ്ചാരയും ഇല്ല, 2 കിലോ അരി മാത്രം. അമ്മയുടെ സാമ്പത്തിക അടിസ്ഥാനത്തെ നോക്കിയാണോ അവർ കാർഡ് ഇങ്ങനെ തിരിച്ചത്? സാമ്പത്തികമായിട്ടുള്ള ഇത് തന്നെ. ഇവിടെ ഇരുന്നാണ് ഇത് കിട്ടിയാണ് നമ്മൾ ജീവിക്കണത് കേട്ടാ, അല്ലാതെ നമുക്ക് അവിടെ ഒന്നും കിട്ടണില്ല. ശരിക്കും ഏറ്റവും സാധാരണക്കാർക്ക് കിട്ടാനുള്ള ഒരു കാർഡാണ് അമ്മയ്ക്ക് ലഭിക്കേണ്ടതല്ലേ? ആ ഒരു സ്ഥാനത്താണ് ഇപ്പോൾ വെള്ള കാർഡ് കൊടുത്തിരിക്കുന്നത്. സാധാരണക്കാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് റേഷൻ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയല്ലേ സാധാരണക്കാർ ജീവിക്കുന്നത്. ആ ഒരു സ്ഥാനത്ത് വെള്ള കാർഡാണല്ലേ നൽകിയിരിക്കുന്നത്. അത് എനിക്കറിഞ്ഞൂടെ എങ്ങനെ ആക്കിയെന്ന് മോളെ. അത് അവർക്ക് അറിയാം, റേഷൻ കടക്കാരോട് ചോദിച്ചാലേ അറിയാവൂ. 1 മാസം വാങ്ങിക്കാതിരുന്നെന്ന് പറഞ്ഞിട്ട് വേറെ റേഷൻ കാർഡ് കിട്ടിയ നാൾ മുതലേ ഞങ്ങൾ മുളകന മുക്കിൽ ഒരു ഗരീഷെട്ടൊരു കടയിലാണ് കൊടുത്തത്. അവിടെ കൊടുത്ത പിന്നെ ഇതുവരെ എനിക്ക് ഇങ്ങനെ ആയിട്ടില്ല. ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ അവിടെ ഒരു കട തുടങ്ങി, അവിടെ കൊടുത്തതിലാണ് ഈ കാർഡ് ഇപ്പോൾ വെള്ള കാർഡാക്കിയത്. എനിക്കൊന്നും കിട്ടണില്ല. പരാതിയൊന്നും കൊടുത്തിട്ടില്ല. എനിക്ക് വയ്യാത്തോണ്ട് പോണില്ല. ഇവിടെ ഇരുന്ന് ഇത് കച്ചവടം ചെയ്യുമോ നമ്മൾ പോവുമോ മോളെ? വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? വേറെ എൻ്റെ 2 ചെറുകുട്ടികൾ മാത്രം, ഒരു മോനും ഒരു ചെറുകുട്ടി, അല്ല വേറെ ആരും ഇല്ല. അപ്പൊ അർഹതപ്പെട്ട കാർഡല്ല അമ്മയ്ക്ക്. അവർക്ക് ആധാരം കിട്ടണില്ല. ആധാരം കിട്ടിയില്ല ഇതുവരെ. മൂത്ത മോനും കിട്ടിയില്ല, കൊച്ചിനും കിട്ടിയില്ല. കൊച്ചിന് ആധാരം കിട്ടിയായിരുന്നു, അതങ്ങ് കളഞ്ഞു പോയ. പിന്നെ വീടൊക്കെ ഇടിഞ്ഞ് മഴയെത്തി. എൻ്റെ വീട് വന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. വീടൊക്കെ ഇടിഞ്ഞ് ഒഴിഞ്ഞ് കിടക്കണം. അത് ആരുമില്ല നമ്മളെ സഹായിക്കേ. പഞ്ചായത്തുകാരും ഇതിനെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. പഞ്ചായത്തിൽ നിന്ന് ഇന്ന് വരെ നമ്മൾ അപേക്ഷിച്ചില്ല. എന്ന് വെച്ചാൽ അപ്പച്ചൻ്റെ പേരാണ്. അപ്പോൾ അപ്പം മരിച്ചു പോയി, അമ്മയും മരിച്ച്, ആരുമില്ല. ഒരു ചേച്ചി ഉണ്ടെന്ന്, ചേച്ചിയും മരിച്ച്. ഇപ്പം ഞാനും 2 കുട്ടികളും മാത്രമുണ്ട് വീട്ടിൽ. അതുകൊണ്ട് നമുക്ക് പഞ്ചായത്തിൽ നിന്നൊന്നും കിട്ടണില്ല. നമ്മൾ പട്ടയം കൊടുത്താലല്ലേ നമുക്ക് കിട്ടുള്ളൂ. പട്ടയത്തിൽ അപ്പച്ചൻ്റെ പേരായതുകൊണ്ട് നമുക്കൊന്നും കിട്ടണില്ല. വീടൊക്കെ വന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇടിഞ്ഞ് പൊടിഞ്ഞ് ഒരു ടാർപ്പാളത്തിൻ്റെ പച്ചയിലാണ് നമ്മൾ കിടക്കണത്. അതിനുള്ള സഹായങ്ങളൊന്നും അവിടെ നിന്ന് ആരും നൽകുന്നുമില്ല. ഇല്ല. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അധികൃതരും സർക്കാരും ഉണ്ടെന്ന് പറഞ്ഞാലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ സഹായിക്കാൻ ആരും ഇല്ലാത്ത ഒരു അവസ്ഥയാണല്ലേ? സാധാരണക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ റേഷൻ കാർഡിൽ പോലും അമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നത് വെള്ള കാർഡാണല്ലേ? അതിനെന്തെങ്കിലും ഇനിയിപ്പോൾ അതിന് മുന്നോട്ട് പോകാൻ എന്തെങ്കിലും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുക തന്നെയാണ് വേണ്ടത്. ചെയ്യാൻ നമ്മുടെ തലവിധി ഇങ്ങനെ. ചേച്ചി, അർഹതപ്പെട്ടവർക്ക് റേഷൻ കാർഡിൽ അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നില്ല. സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവർക്ക് മഞ്ഞക്കാർഡും സാമ്പത്തികമായി താഴ്ത്തത്തിൽ നിൽക്കുന്നവർക്ക് വെള്ളക്കാർഡും എന്നുള്ള ഒരു സ്ഥിതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സർക്കാർ അതിൽ ഇടപെടലുകൾ നടത്തിയെങ്കിലും സാമ്പത്തികം നോക്കാതെ പലരുടെ കയ്യിലും മഞ്ഞക്കാർഡ് എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? അത് ശരിയായിട്ടുള്ളൊരു നടപടിയാണ്? ഇല്ല, തെറ്റാണ്. തെറ്റായിട്ടുള്ള നടപടിയാണ്. അവരുടെ ഒരു അവകാശങ്ങളല്ലേ ഇപ്പോഴും പറയുന്നുണ്ട്. അവർക്ക് ആ ഒരു കാർഡിന്റെ കൃത്യമായിട്ട് ലഭിച്ചിട്ടില്ല. പണക്കാർക്ക് അത് കൊടുക്കാൻ പാടില്ല, പാവപ്പെട്ടവർക്ക് അത് കൊടുക്കണം, കാർഡ് കൊടുക്കണം. ഇതുവരെയും കൃത്യമായിട്ട് അത് ലഭ്യമാക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നു. അത് ലഭ്യം കിട്ടില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും ചേച്ചിയുടെ നാട്ടിലോ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. പ്രതിഭാസം നടക്കുന്നതായിട്ട് അനുഭവമുണ്ട്. നമ്മളെ നാട്ടിൽ ഇതുപോലെ പണക്കാർക്ക് മഞ്ഞ കാർഡ് കൊടുക്കും, പാവപ്പെട്ടവർക്ക് നീല കാർഡ് കൊടുക്കണ ഇതുണ്ട്. ചേച്ചിയുടെ അർഹതയ്ക്കനുസരിച്ചിട്ടാണോ ഈ ഒരു റേഷൻ കാർഡ് ലഭ്യമായിട്ടുള്ളത്? അതെ. സാമ്പത്തികം നോക്കിയിട്ട് തന്നെയാണ്. അതെ. സാമ്പത്തിക അടിസ്ഥാനത്തിൽ അതെ. സാമ്പത്തിക അടിസ്ഥാനത്തിലാണ് റേഷൻ കാർഡ് കൊടുക്കുന്നുവെന്ന് അല്ലേ പറയപ്പെടുന്നത്. അതിൽ സാമ്പത്തികമുള്ളവന് ഏറ്റവും താഴ്ന്ന കാർഡും സാമ്പത്തികമില്ലാത്തവർക്ക് ഉയർന്ന കാർഡും കൊടുക്കുന്ന ഒരു രീതിയും അങ്ങനെ ഇപ്പോഴും പലരുടെ കയ്യിലും അങ്ങനെ റേഷൻ കാർഡുകൾ ഇരിപ്പുണ്ട്. കണക്കിന് ഉള്ളവർക്ക് മഞ്ഞ കാർഡ്, ഇല്ലാത്ത നമ്മളെ പോലുള്ളവർക്ക് ചുവപ്പ് കാർഡ്. എന്താണ് അത്? സാധാരണക്കാരുടെ അവകാശമല്ലേ അവിടെ നിഷേധിക്കപ്പെടുന്നത്? ഞാൻ പോയി, ഇപ്പം ഇങ്ങനെ ഈ അവസ്ഥയിലായപ്പോൾ ഞാൻ നേരെ ഇവിടുന്ന് റേഷൻ ഓഫീസിൽ പോയി ഞാൻ അപേക്ഷ കൊടുത്ത് എന്നെ ആട്ടക്കാർ പിടിച്ചാണ് കൊണ്ടുപോയത്. കാഞ്ഞിരമ്പാറ ഓഫീസിൽ ചെന്ന് ഞാൻ അപേക്ഷ കൊടുത്തപ്പോൾ അവിടെ താഴെയുള്ള ഒരു ഓഫീസർ വാങ്ങിച്ച് മുകളിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞ് അവർ അന്വേഷിക്കാൻ ആൾ വരുമെന്ന് പറഞ്ഞ്. അപ്പോഴും ഞാൻ ഇതുപോലെ ഇവിടെ ഇരുന്ന സമയത്ത് വീട്ടിൽ അന്വേഷിക്കാൻ ആൾ വന്നു. അപ്പോൾ അടുത്തുള്ളവർ പറഞ്ഞ്
അവരിങ്ങനെ പോയാണ് ജീവിക്കണത്, കൊടുക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവരവിടെ പോയിട്ട് അവർ പറഞ്ഞ് ഇപ്പോഴൊന്നും കിട്ടൂല മഞ്ഞ കാർഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയൊക്കെ വാങ്ങിച്ച് ഞാൻ അപേക്ഷ കൊടുത്ത് അതിങ്ങനെ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ OP ടിക്കറ്റൊക്കെ കൊടുത്ത്. പക്ഷേ ഡോക്ടറൊന്നും എഴുതി വാങ്ങിച്ച് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ എഴുതി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നെ നോക്കുന്ന ഡോക്ടർ ആണെങ്കിൽ ജനലക്ഷരം, അപ്പോൾ അവരാണെങ്കിൽ വീട്ടിൽ നോക്കാൻ പൈസ വാങ്ങിയൊന്നുമില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് അതെന്തോ ഫാമൊക്കെ പൂരിപ്പിച്ച് കൊടുക്കണം, അത് ഡയാലിസിസ് റൂമിൽ ചെല്ലാൻ പറഞ്ഞു. പിന്നെ എനിക്കിങ്ങനെ വയ്യാത്തതുകൊണ്ട് ഞാൻ പോയില്ല. മഞ്ഞക്കാർഡിൻ്റെ എല്ലാ അപേക്ഷയും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പുതിയ കാർഡ് വരുമ്പോൾ മഞ്ഞയാണോ ചുവപ്പാണോ എന്ന് അറിഞ്ഞുകൂടാ. ഇനി വരണമല്ലേ അപേക്ഷ കൊടുത്തിട്ട് 6 മാസത്തിൽ കൂടുതലായി. സാഹചര്യത്തിനും ഇതുവരെയും പെട്ടെന്ന് നമുക്ക് ഞാനിങ്ങനെ വാക്കർ കൊണ്ട് പോയാലും എനിക്ക് നടക്കാൻ വയ്യ. വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ റേഷൻ ഓഫീസിൽ മുകളിൽ കയറാൻ വയ്യ, താഴെ പോയി ഇത് കൊടുത്തത്. ഒരു ആട്ടോയ്ക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 100-300 രൂപയാവും. ഞാൻ ഇങ്ങനെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ആട്ടോക്കാരെന്നെ പിടിച്ച് കയറ്റിക്കൊണ്ട് പോകണതൊക്കെ. എന്നിട്ട് എൻ്റെ ഈ സാഹചര്യം കണ്ടിട്ട് പോലും അവർക്ക് ഇതിനെതിരെ ഒരു നടപടി എടുക്കാനായിട്ട് അവർ കഴിഞ്ഞിട്ടില്ല. ശരിക്കും അമ്മയ്ക്ക് ഏറ്റവും താഴെയുള്ള കാർഡിന് അർഹതയുള്ളതല്ലല്ലോ, എന്നിട്ട് പോലും അവിടെ ഒരു പിങ്ക് കാർഡല്ലേ അവിടെ തന്നു. എൻ്റെ ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ 7 വർഷമായി. ഞാൻ മുമ്പേ വീട്ടു ജോലിക്ക് പോകുമായിരുന്നു. പക്ഷെ ഇങ്ങനെ എനിക്ക് നടക്കാൻ വയ്യാതായിട്ട് ഒരു 10 മാസത്തിൽ കൂടുതലായി. അപ്പോൾ പിന്നെ മക്കൾ അന്വേഷിക്കുന്നില്ല, ആഹാരം കിട്ടാൻ പാടില്ല. അങ്ങനെയാണ് ഇങ്ങനെ വന്നത്. ശരിക്കും അവർ സാമ്പത്തിക അടിസ്ഥാനത്തിലല്ലേ ഈ റേഷൻ കാർഡ് തിരിച്ച് നൽകുന്നതെന്ന് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പം ഈ അവിടെ ജയിച്ച ഹരികുമാർ എന്ന് പറയും, നമ്മളെ അറിയില്ല, കംസറുണ്ട്. അങ്ങനെ ആൾക്കാർ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറഞ്ഞിങ്ങനെ ഇവരിങ്ങനെ ഭർത്താവില്ല, ഇവരിങ്ങനെ ഒരു രോഗിയാണെന്ന് പറഞ്ഞിട്ട് അവർ ഒന്നും ചെയ്തൊരു നടപടി എടുത്തിട്ടില്ല. പിന്നെ സാധാരണക്കാരുടെ അവശതകളും വയ്യായ്മകളും അവർക്കെതിരെ നോക്കാൻ പോലും ഇവിടെ ഒരു ഉദ്യോഗസ്ഥരും ഇല്ല എന്നുള്ള കാര്യങ്ങളാണ്. എല്ലാ പഞ്ചായത്തിൽ നിന്നും അങ്ങനെയുള്ള സഹായങ്ങളൊന്നും കോർപ്പറേഷനില്ല. ഇത് നമുക്കിങ്ങനെ ഈ വിധവ പെൻഷൻ മാസം 1500-1600 രൂപ, അതൊക്കെ 2 മാസം 3 മാസത്തിലേക്ക് കിട്ടും. കൃത്യമായിട്ട് കിട്ടണില്ല. ഇപ്പോൾ എത്രയോ 6-7 മാസം കൂടി 2 മാസം കിട്ടി. അത് കഴിഞ്ഞ ശേഷം വീണ്ടും 2 മാസം കഴിഞ്ഞ് ഇപ്പം കഴിഞ്ഞ മാസം 1 മാസം കിട്ടി. മരുന്നിന് തന്നെ ഇത്തിരി പൈസ വേണം. അപ്പം ഇങ്ങനെ ഇത് കറക്റ്റ് കിട്ടിയാൽ ഇത് ഒരു 1000 രൂപയെങ്കിലും ECRൽ ടെസ്റ്റ് ചെയ്യാൻ വേണം. വെളിയിലാണ് ടെസ്റ്റിന് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇപ്പോൾ എഴുതി തരണത്. അത് നമ്മൾ വെളിയിൽ കൊടുക്കുകയാണെങ്കിൽ 10,000-2,500 രൂപ ആകും. അപ്പോൾ ECR ലാബിലാകുമ്പോൾ ഒരു 10,800 രൂപയ്ക്കകത്ത് നിൽക്കും. അങ്ങനെ ടെസ്റ്റ് ചെയ്താണ് റിസൾട്ട് കൊണ്ട് പോകാനായിട്ട്. പിന്നെ ഇതും സാധാരണക്കാരുടെ ജീവിതത്തെ പോലും തിരിഞ്ഞു നോക്കാതെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥനും സർക്കാരും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അടുത്ത റേഷൻ കാർഡ് വരുമ്പോഴേ അറിയും അമ്മയ്ക്ക് അർഹതയുള്ള അനുസരിച്ചിട്ടാണോ റേഷൻ കാർഡ് നൽകിയിരിക്കുന്നതെന്നല്ലേ. ഓക്കെ, അതിപ്പോൾ ചെറിയ ഒരു നമ്മൾ ആധാർ പോലെയാണല്ലോ റേഷൻ കാർഡ്. അതെ, ചെറിയ കാർഡ് രൂപത്തിലാക്കിയാണ് ഇപ്പോൾ റേഷൻ കാർഡ്. ഞാൻ എവിടെ ലാബട്ടിലോട്ട് വന്നപ്പോൾ ഒരു പെണ്ണാ പറഞ്ഞു. അപ്പം എൻ്റെ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പഞ്ചായത്താണ്, ഞങ്ങൾക്ക് കിട്ടിയിട്ട് 5-6 മാസം. അപ്പോൾ ഇത് കോർപ്പറേഷനിൽ പോയി അവിടെ നിന്നാണ് ഇത് കൊടുക്കണമെന്ന് പറയാണ്. ഇനിയിപ്പോൾ ഞാൻ ഒരു ദിവസം കോർപ്പറേഷനിൽ പോയി അന്വേഷിച്ചിട്ട് ഇത് മഞ്ഞ കാർഡാണോ എന്ന് അന്വേഷിച്ചിട്ട് വീണ്ടും ഞാൻ ഇനിയിപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറിന് എഴുതി വാങ്ങിച്ചിട്ട് വീണ്ടും ഞാൻ പോകും. അർഹതപ്പെട്ട കാർഡ് ലഭിക്കട്ടെ അമ്മ. ഇന്നും സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല റേഷൻ കാർഡുകൾ തരം തിരിച്ചു കൊടുത്തിരിക്കുന്നത്. പലർക്കും അർഹതയില്ലാത്ത കാർഡുകളാണ് ലഭിച്ചിരിക്കുന്നതും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നത് വരെ ക്യാമറാമാൻ രാജേഷ് കാട്ടാക്കടയ്ക്കൊപ്പം അനുജ പ്രകാശ്.